നമുക്കൊരാളെ ഷെയ്ഡ് കാണുമ്പോൾ അറിയാം ഓരോന്ന് എത്ര മിക്സ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇത് ഹുദയുടെ ആകുമ്പോൾ നമുക്ക് ഹുദലിനകത്ത് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്താലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിത് പേടി ഈ സാധനം വെക്കാൻ. ഞാനെന്താ വീണ്ടും അർച്ചന, എന്താ അർച്ചന പറഞ്ഞോ. ഇന്ന് കുറച്ചൊരു ഹെവി ലുക്കാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ആദ്യം വന്ന് ചോദിച്ചാട്ടൊന്ന് നമ്മളെങ്ങനെ ഹെവി വേണോ സിമ്പിൾ വേണോ എന്ന് ചോദിച്ചിട്ട് അതിപ്പോ വീണ്ടും മാറ്റിയിട്ട് പറയാ. പറ. അപ്പം ഹെവി ആയിട്ട് നോക്കണം. വേറെ ഓവർ ഹെവി ഒന്നും വേണ്ട, കുറച്ച് ഇന്നലത്തേനെക്കാളും കുറച്ചുകൂടെ പൊടിക്ക് കയറ്റാം. അതെ, ഓക്കെ, അങ്ങനെ മതി. ഇന്നലത്തെ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞു ഇഷ്ടമായി, നല്ലതുണ്ട്, ഓവറായിട്ടില്ല. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇഷ്ടമായി. റിലേറ്റീവ്സ് ഒന്നും പറഞ്ഞില്ല, അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അല്ലെങ്കിൽ അതെ അതെ പറയും. ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു നാച്ചുറൽ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓവറായിട്ടില്ല, ഇത് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു, ഈ ഒരു ലുക്ക് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. സന്തോഷമായി. ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്നലെ പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട്, കുറച്ച് DJ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇന്നലെ ലേറ്റ് ആയി വന്നതിന് ഇന്ന് ഭയങ്കരമായിട്ട് പങ്ക്ച്വൽ ആയിരിക്കുന്നു പറഞ്ഞ ആള് ഇന്ന് 5 മണിക്ക് എഴുന്നേറ്റ് പോന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. 6:30 മണിക്കാണ് ഇവിടെ വരാൻ പറഞ്ഞിട്ട്. ഇന്ന് എത്ര മണിക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന്? 5:45. 5:45 ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്. 5:45 ഇറങ്ങിയത്. അപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഞെട്ടിപ്പോയി, അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ 6:05 ആകുമ്പോ എത്തി. പിന്നെ ചായ കുടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. ഞാന് ഇന്നലെ അങ്ങനെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് അത്രക്ക് ഞാൻ പ്രൊഫഷണൽ ആയത് അത്രക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, കുറച്ചുകൂടി പോയി. അപ്പൊ നമുക്കെന്താ നോക്കാട്ടാ, തുടങ്ങാം. ചിലപ്പോ മേക്കപ്പ് ചെയ്യുമ്പോ ബ്രൈഡ് ഉറങ്ങൂലേ, മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണിക്കൂലേ, അങ്ങനെ ചെയ്താലോ നോക്കിയിട്ടുണ്ട്. അത് ശരി, ഞാൻ വേറെ എന്താണ് കാര്യമായിട്ട് ചോദിക്കണെന്ന്. ഇന്നിപ്പോ ഉറങ്ങാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് പോന്നതാ. പക്ഷെ ഉറങ്ങി എണീച്ച ആ ഒരു ക്ഷീണം ഉണ്ടാവും. ഉറങ്ങി എണീറ്റൊരു അത് പൊതുവേ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യൂലേ, അപ്പൊ കണ്ണടച്ചിരിക്കുമ്പം ആ സമയത്താ കൂടുതൽ ആൾക്കാർ ഉറങ്ങാം. ഐ മേക്കപ്പ് കഴിഞ്ഞാൽ നമ്മൾ തട്ടി ഉണർത്തണം, നല്ല ഉറക്കായിരിക്കും. എത്ര തലേന്ന് ഉറങ്ങാൻ പറഞ്ഞാലും ഒരാളും ഉറങ്ങൂല. അല്ല, ഞാൻ ഉറങ്ങിയപ്പോ ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല, എണീറ്റ് നോക്കുമ്പോ കണ്ണൊക്കെ തിരിഞ്ഞിരിക്കണം. എനിക്കിത് പേടി ഈ സാധനം വെക്കാൻ. എനിക്ക് പേടിയായി സാധനം വെക്കാൻ. സാധനം ടാസ്ക്കാണ് സംഭവം. നീ കണ്ണ ബലം പിടിക്കല്ലേ, കൂളായിട്ട് റിലാക്സ് ചെയ്തിരുന്നോ. ഞാൻ മെല്ലെ വെച്ചോക്കട്ടെ. എനിക്ക് വെക്കാൻ കഴിയില്ല. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡേ ആവശ്യമുള്ളൂ. നീ കണ്ണ് ബലം പിടിക്കണോണ്ട് മാത്രം. അമ്മാവന്റെ ആദ്യത്തെ കല്യാണം, അവസാനത്തെ ആദ്യത്തെ അയ്യോ ഇത് വേണ്ട. ഓപ്പറേഷൻ തിയേറ്ററാണ്. ഇതിൽ ഞാൻ കൊറേ സമയം പോച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ല. അന്ന് നൈസായിട്ട് അവര് അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്. എന്നിട്ട് അന്ന് എന്താ പിന്നെ പ്രശ്നം? നീ എന്താ പിന്നെ ഞാൻ ഫോട്ടോഷൂട്ടിന് വേണ്ടി പുറത്തു പോയപ്പോ ഭയങ്കരമായിട്ട് കണ്ണിന്ന് വെള്ളം ഒഴിച്ചു തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ലെൻസ് എടുത്ത് കളഞ്ഞു. ഒരു 2 മണിയൊക്കെ ആയപ്പം ഭയങ്കര ചൂടായപ്പം ലെൻസ് എടുത്ത് കളഞ്ഞു. പറയുന്ന പോലെ സ്വന്തം കൂട്ടാ. ഞാനെപ്പോഴും അങ്ങനെ ചെയ്യുള്ളൂ. എനിക്ക് ഓരോ ഷെയ്ഡിനും കുറേ ഷെയ്ഡ് ഫൗണ്ടേഷൻ വാങ്ങി വെക്കൂല, മിക്സ് ചെയ്തെടുക്കുക ചെയ്യാം. അറിയാലോ, നമുക്കൊരാളെ ഷെയ്ഡ് കാണുമ്പോൾ അറിയാം ഓരോന്ന് എത്ര മിക്സ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇത് ഹുദയുടെ ആകുമ്പോൾ നമുക്ക് ഹുദലിനകത്ത് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്താലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര തിക്കാം. അത് നമുക്ക് യൂറോലൈനും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിന്നാക്കി എടുക്കണം. അത് കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട കേട്ടോ, ഇത് തൊടാൻ സമ്മതിച്ചില്ല. അവള് നാച്ചുറലായിട്ട് കോണ്ടോർ ചെയ്താന്നാ പറഞ്ഞത്. അല്ല, ഇതിന്റെ ഗ്രോത്ത് ഇവിടുന്നൊക്കെയോ, അതാ ഇവിടുന്ന് തന്നെ ഗ്രോത്ത് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പറിക്കുമ്പോ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയൊക്കെ പക്ഷെ എനിക്ക് വേദനിക്കും. ഞാൻ കൊറേ മെനക്കെട്ട് നോക്കി, നടന്നില്ല, വർക്കൗട്ടായില്ല. പറയട്ടെ, എനിക്ക് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട്. മേക്കപ്പ് ഇട്ടപ്പോ ചൊറിയാൻ വരും. എന്നിട്ടാണ് ഞാൻ സ്വന്തമായി ഭയങ്കര മേക്കപ്പ് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയില്ല, എന്നാലും വരും.
ഇനി മോളും കണ്ണെഴുതുന്നുണ്ടല്ലേ ഇങ്ങനെ. കണ്ണെഴുതേണ്ട കുട്ടി, ഇത് ഗമ്മ. ഇത് ഗമ്മാണോ? ബ്ലാക്ക് ഗമ്മാണോ? ഐലാഷിന്റെ പുറത്ത് കണ്ണെഴുതുക. ആഹാ, ഇത് ബ്ലാക്ക് കളർ ഓ ഗമ്മ. ഓ ടെക്നോളജി. ടെക്നോളജി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഈ ചോദിക്കുന്നത്. അങ്ങനെയല്ലേ, ഞാൻ ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല, ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേറൊരു ഔട്ട്ലെറ്റും കൂടെ ഇട്ടൂടെ? എന്താ എവിടെ? എരഞ്ഞിപ്പാലം ഉണ്ടായിരുന്നു. ആ എരഞ്ഞിപ്പാലം. അതല്ല, ചാലപ്പുറത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കൊറോണ വന്ന് കൊടുത്തു. ഓ നീ എന്താ ബാക്കിൽ ഇങ്ങനെ ഹെയർ ചെയ്യുന്നതാണോ ചോദിക്കണം? ഹെയർ ഹെയർ മെസ്സി തന്നെ, ബാക്കിൽ മെസ്സി ബണ്ണാ ചെയ്യും. അല്ല സെൻട്രലല്ലേ വെക്കുക? ഞാൻ സൈഡിൽ നിന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് എന്താ ഉണ്ണിയർച്ച. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ നമ്പൂരിനോട് പറയണം ചൊല്ലാനുള്ളതൊക്കെ വേഗം ചൊല്ലി വിടാ, ചിലതൊക്കെ ഫാസ്റ്റ് അടിച്ചോളാൻ പറയണം. ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ പെൻസിൽ ടോങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലെ ഏരിയ മൊത്തം ഇങ്ങനെ ഔട്ടർ കേൾസ് ചെയ്തെടുക്കുക. എന്ത് തോന്നുന്നു? ഇഷ്ടായി. മെസ്സി, ഞാൻ അതാ പറഞ്ഞു, ഇന്നലത്തെ ലുക്ക് വേണ്ട, നമുക്ക് ഇന്നലെ വൃത്തികെട്ട ലുക്ക് ആക്കാം. രസമുണ്ട്. സാരി ഉടുത്തിട്ട് ഓർണമെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഫൈനലായി. ഇപ്പൊ എങ്ങനെയുണ്ട്? സുന്ദരി. ഇഷ്ടായി. ഉദ്ദേശിച്ച പോലെ കിട്ടി. സാരി ആണെങ്കിലും സെറ്റായി, എല്ലാതും സെറ്റായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ച പോലെല്ലാം സെറ്റായിട്ടുണ്ട്. വേറൊന്നുമില്ല. ആള് ഭയങ്കര സൈലന്റാ, വളരെ ഡീസന്റ് ആയിട്ടാ വന്നത്. ഞാൻ ഇന്ന് ബ്രൈഡാണ്, അപ്പൊ ഞാൻ ഭയങ്കര പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നത്. ഇന്നലെ പറഞ്ഞ പോലെ അത് കീപ്പ് ചെയ്തതാ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കല്യാണമൊക്കെ കഴിച്ച് വീണ്ടും വരിക. ഇന്നത്തോടെ ഇവിടുന്ന് നിന്നു വരുത്. ശരി, ശരി, താങ്ക് യു.